കായിക നിരീക്ഷകൻ ശ്രീകുമാരൻ നായർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. സ്വാഗതം ചേട്ടാ. നമുക്കറിയാം ഇന്നലത്തെ മത്സരം നമ്മൾ ഇന്നലെ ഒരു വിധിയെഴുത്ത് തന്നെയാണ് നടത്തിയത്. അർജൻറ്റീന കളി എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും എപ്പോഴും എന്ന ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരും എന്ന ഒരു വിധിയെഴുത്ത് നേരത്തെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. എങ്ങനെയാക്കാം നമുക്ക് ആ മത്സരത്തെ കാണാൻ പറ്റും? അല്ല, ഇന്നലെ അറ്റ്ലാന്റയിൽ നടന്നത് ശരിക്കും രണ്ട് പ്രധാനപ്പെട്ട വേദികൾ തമ്മിലുള്ള മത്സരമാണ്. നമുക്കറിയാം ഫുട്ബോളിന് പുറത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിൽ പറയാനുണ്ട്. പഴയ യുദ്ധം മുതൽ അതിനുശേഷം ബെക്കാമിൻ്റെ റെഡ് കാർഡ്, സ്കലോണിയുടെ ടീം തന്നെ ഉള്ള സിമോണിൻ്റെ പ്രകടനം, അതിനുശേഷം മറഡോണയുടെ കൈ, ഇതൊക്കെ നമുക്ക് അർജന്റീന അതും ഇംഗ്ലണ്ടിനെതിരെയാണ്. അതിനുശേഷം അദ്ദേഹം അതൊക്കെ പറക്കുന്ന രീതിയിൽ ഗംഭീരമായ ഒരു ഗോൾ തിരിച്ചടിച്ചിട്ടുണ്ട്. അത് ആ ചരിത്രം തിരിച്ചാവർത്തിക്കാനാണ് അവർക്ക് ലയണൽ മെസ്സി എന്ന ഒരു മിശിഹ ഫുട്ബോളിൻ്റെ. താൻ എന്തുകൊണ്ടാണ് ഫുട്ബോളിൽ വ്യത്യസ്തനാകുന്നത്? അതാണ് ശരിക്കും ലയണൽ മെസ്സി ഈ കഴിഞ്ഞ കളികളിലൂടെ എല്ലാം നമുക്ക് കാണിച്ചു തന്നത്. താൻ സ്കോർ ചെയ്തില്ലെങ്കിലും സ്കോർ ചെയ്യിക്കാൻ തനിക്കിപ്പോഴും കഴിവുണ്ട്, ഈ കാലുകൾക്ക് ഇപ്പോഴും അതിന് നേതൃത്വം നൽകാൻ കഴിയും എന്നുള്ള രീതിയിലാണ് ഇന്നലെ മെസ്സി കളിച്ചത്. ഒന്നാമത്തെ ആദ്യ ഗോൾ വീഴുന്നത് 55-ാം മിനിറ്റിലാണ്. 55-ാം മിനിറ്റിൽ ഗംഭീരമായ ഒരു ഗോർഡൻ്റെ ഗോൾ. അത് റോജേഴ്സിൻ്റെ അസിസ്റ്റിൽ വന്ന ആ ഗോള് ഒരുപക്ഷെ അർജൻറ്റീനയെ തളർത്താൻ പോകുന്ന ഒരു സ്കോറാണ്. പ്രത്യേകിച്ച് എമിലിയോ മാർട്ടിനസ് കാവൽ നിൽക്കുന്ന ഗോൾ വലയാണ്. ഇപ്പോൾ ഇന്ന് ലോക ഫുട്ബോളിൽ ഏറ്റവും നല്ല കീപ്പർമാരിൽ ഒരാളാണ് എമിലിയോ മാർട്ടിനസ്. മറുഭാഗത്ത് പിക്ഫോർഡും മോശമൊന്നുമല്ല, എങ്കിലും ഒരു പടി കൂടി മുന്നിൽ എന്ന് വേണമെങ്കിൽ പറയാം. യൂറോപ്യൻ ഫുട്ബോളിൽ ഇപ്പം അർജന്റീനയ്ക്ക് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു 3 ഗോൾ കീപ്പർമാരോ ഒന്നിനൊന്നിന് മിച്ചമുള്ള ഗോൾ കീപ്പർമാരാണ്. അതിൽ എമിലിയോയ്ക്കാണ് ചാൻസ് കൂടുതൽ കിട്ടിയത്. ഇന്നലെ ഇവിടെ ഈ ഒരു ബി പ്ലാൻ എന്തായാലും സ്കലോണിക്കുണ്ടായിരുന്നു. അവിടെയാണ് സ്കലോണിയുടെ ഇന്നലത്തെ വിജയം. അത് ഹാഫ് ടൈം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. 4 പേരെ ഒരേ സമയത്ത് തന്നെ ഇറങ്ങിയ മത്സരം അല്ല, അത് പ്രതിരോധം എപ്പോൾ ഇംഗ്ലണ്ട് കൂട്ടുമോ അപ്പോൾ അറ്റാക്കേഴ്സിനെ കൊണ്ടുവരിക, അറ്റാക്ക് ചെയ്യുക, ഗോൾ തിരിച്ചടിക്കുക. അത് തന്നെയാണ് ഇന്നലെ പ്രാവർത്തികം. ആക്ച്വലി അത് ഇപ്പോൾ ചേട്ടൻ പറയുന്നത് ഈ ഇംഗ്ലണ്ട് പ്രതിരോധത്തിലേക്ക് പോയത് കൊണ്ടാണ് ഫോർവേഡ്സിനെ വിങ്സിനെ ഇറക്കാൻ പെട്ടെന്ന് തീരുമാനിച്ചതെന്നാണ്. തീർച്ചയായിട്ടും ഒരു കാര്യമുണ്ട്. ഇന്നലെ നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ കളി ശ്രദ്ധിച്ചാൽ അറിയാം, ഇംഗ്ലണ്ട് ഭംഗിയായി കളിച്ചില്ല എന്നൊരിക്കലും. പ്രത്യേകിച്ച് നമ്മുടെ നമ്പർ 10 അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ ഇന്നലത്തെ പ്രകടനം തീർച്ചയായിട്ടും എടുത്തു പറയണം. കളം നിറഞ്ഞ് കളിച്ച് ഒരുപക്ഷെ ഇന്ന് ലോക ഫുട്ബോളിൽ ഏത് പൊസിഷനിലും നന്നായി കളിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏത് ടീമിനോടൊപ്പവും നന്നായി കളിക്കാൻ പറ്റുന്ന ഒരാളാണ് ജൂഡ് ബെല്ലിംഗ്ഹാം. അദ്ദേഹം മധ്യനിരയിൽ ഗംഭീരമായി കളിക്കുന്നു. അതുപോലെ അറ്റാക്കിംഗ് ആണെങ്കിൽ അവിടെ ഡിഫൻസിൽ വന്നാൽ ഡിഫൻസിൽ അദ്ദേഹം തൻ്റെ കഴിവ് മുഴുവൻ പുറത്തെടുക്കുന്നു. അതൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഇന്നലത്തെ കളിയിൽ ലാസ്റ്റ് ആ ഫ്രെയിം കാണിക്കുന്നുണ്ട് നിരാശനായിരിക്കുന്നു. തീർച്ചയായിട്ടും അതുപോലെ ഇന്നലെ റോജേഴ്സും ബെല്ലിംഗ്ഹാമും ഗോർഡനും ഒക്കെ നന്നായി ഒത്തിണങ്ങി കളിച്ചു ആദ്യ പകുതിയിൽ. അപ്പോൾ നമ്മൾ ശരിക്കും വിചാരിച്ചു ഇന്നലെ ഇംഗ്ലണ്ട് തകർക്കും എന്ന് വിചാരിച്ചു. ആ സമയത്തിനാണ് സച്ചിനാണോ പിഴച്ചത് അതോ ഹാരി കെയ്നാണോ പിഴച്ചതെന്ന് അറിഞ്ഞൂടെ ഡിഫൻസിലേക്ക് പോകാൻ. ഒരു ഗോൾ നേടി ഡിഫൻസിലേക്ക് പോയ എല്ലാ അർജന്റീനയ്ക്കെതിരെയുള്ള മത്സരങ്ങളും അർജന്റീന ജയിച്ചിട്ടുണ്ട്. ഈജിപ്റ്റ് ആകട്ടെ, സ്വിറ്റ്സർലൻഡ് ആകട്ടെ, ഒക്കെ എല്ലാം നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് അതിനൊരു കഴിവ് ഈ അർജന്റീനൻ ടീമിനുണ്ട്. അർജന്റീനൻ ടീമിലുള്ള ഏറ്റവും വലിയ വിജയം ആയിട്ട് ഞാൻ കാണുന്നത് മെസ്സി എന്ന ഒരു ആളിന് പന്തെത്തിക്കുക. 10 പേരുടെ ജോലി അതാണ്. അതെ, തീർച്ചയായിട്ടും. ഈ 10 പേർ മെസ്സിക്ക് പന്തെത്തിക്കും. മെസ്സി മാജിക് കാണിക്കുമെന്ന് ഇന്നും വിശ്വസിക്കുന്ന സ്കലോണിയും മറ്റ് കളിക്കാരുമാണ് അർജന്റീനയ്ക്കുള്ളത്. അതാണ് അർജന്റീനയുടെ വിജയമായി കാണേണ്ടത്. നമ്മളിപ്പോൾ ഫാൻസിനെ പറയുന്നതിനേക്കാൾ കൂടുതൽ കളിക്കളത്തിൽ മെയ്യുന്ന, അല്ലെങ്കിൽ കളിക്കളത്തിൽ പ്രാവർത്തികമാക്കുന്ന ചില തന്ത്രങ്ങളുണ്ട്. അത് എന്ത് നീറ്റായിട്ടാണ് മെസ്സി ഇപ്പോഴും ചെയ്യുന്നത് എന്നുള്ളതാണ്. താൻ ഇടത് വിങ്ങിൽ കളിക്കുന്നു, വലത് വിങ്ങിലേക്ക് മാറുന്നു, മധ്യനിരയിൽ നിന്ന് പന്ത് മേടിച്ച് അകത്തേക്ക് വരുന്നു, ഇൻസൈഡിലൂടെ ത്രൂ പോസുകൾ നൽകുന്നു. ഇതെല്ലാം കാണുമ്പോൾ ഇന്നും ഒരു 19 വയസ്സുകാരൻ്റെ ചുറുചുറുക്കോടെ ആ കാലുകൾ ചലിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ലോകത്ത് ഒരേ ഒരാളേ ഉള്ളൂ,
ഫുട്ബോളിൽ ഒരേ ഒരാളേ ഉള്ളൂ, മിശിഹ. പക്ഷേ തുടക്കത്തിൽ നമുക്ക് ആ കളി ഇന്നലെ കണ്ടുകൊണ്ടിരുന്നവർക്ക് ഒരു വിഷയം മനസ്സിലാക്കാൻ കഴിയുന്നത്, അതായത് ആ ആദ്യത്തെ അതിലെ ഹാഫ് ടൈം വരെ ഒരു വിരസമായ കളിയായിരുന്നു. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടം, രണ്ടുപേർക്കും ഈക്വൽ ചാൻസ് കിട്ടിയെങ്കിൽ പോലും അല്പം മുൻതൂക്കം അർജൻറ്റീനയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡിഫെൻറ്റീവ് പ്ലേ രണ്ടുപേരും കളിച്ചു എന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ക്രൂഷ്യൽ കളി വരുമ്പോൾ പെട്ടെന്ന് അറ്റാക്ക് ചെയ്തൊരു ഗോൾ നേടി ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. ഇന്നലെ ആ രണ്ടുപേരും ആ ഹാഫ് ടൈം വരെ പ്രതിരോധത്തിലൂന്നി കളിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇത് രാജേഷ്, ഇന്നലെ നമ്മൾ ശ്രദ്ധിക്കണം, സെമി ഫൈനലാണ് കളിക്കുന്നത്. ലോകകപ്പിൻ്റെ കലാശ പോരാട്ടത്തിലേക്കുള്ള പടിയാണ്. അതെ, ആ പടിയിലേക്ക് എത്തി നിൽക്കുന്ന രണ്ട് ടീമും ചാൻസ് എടുക്കാൻ തയ്യാറാവില്ല. അപ്പോൾ അവർ മിനിമം റിസ്ക് എടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. അങ്ങനെ നേടിയ ഗോളിൽ കടിച്ചു തൂങ്ങി നിൽക്കുക എന്നൊരു രീതി പ്രാവർത്തികമാക്കിയോ ഇംഗ്ലണ്ട് എന്ന് നമുക്ക് അല്പമെങ്കിലും ഇടയ്ക്ക് തോന്നിയിരുന്നു. പ്രത്യേകിച്ച് ആദ്യ പകുതിയുടെ അവസാനങ്ങളിൽ, ഗോൾ നേടിയതിന് ശേഷം ഉള്ള ഒരു 60, 65, 70 മിനിറ്റുകളിൽ അവിടെയാണ് നമ്മൾ അർജൻറ്റീനയെ തിരിച്ചു വരുന്നത് കണ്ടത്. വിങ്ങിലൂടെയും അതുപോലെ തന്നെ പരഡസും മൊളീനയും എമിലിയോ ഫെർണാണ്ടസും ഒക്കെ ഗംഭീരമായി, സിമോണെ നമ്മൾ തീർച്ചയായിട്ടും എടുത്തു പറയണം, വളരെ ഗംഭീരമായി പന്ത് മെസ്സിക്ക് എത്തിക്കുന്നു, അല്ലെങ്കിൽ കൂട്ടിക്കുന്നു. അൽവാരസിന്റെ ഒരു ഷോട്ട് അതിനിടയ്ക്ക് പിക്ഫോർഡ് ഭയങ്കരമായിട്ട് രക്ഷപ്പെടുത്തി, ഗോളെന്ന് ഉറപ്പിച്ച ഒരു ഷോട്ടാണ് അത്. പിക്ഫോർഡ് ഗംഭീരമായി രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഒരു 3 ഗോളെങ്കിലും അടിക്കാമായിരുന്നു. പിക്ഫോർഡിന്റെ പ്രകടനത്തെ എങ്ങനെ കാണാം? പിക്ഫോർഡ് എന്ന് പറയുന്നത് ഇന്ന് യൂറോപ്പിലെ മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ്. അല്ലെങ്കിൽ ആ സ്റ്റൈലിൽ കളിക്കുന്ന, ഇംഗ്ലീഷ് സ്റ്റൈലിൽ കളിക്കുന്ന ഗോൾ കീപ്പർമാരിൽ ഏറ്റവും മികച്ച ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും ലാസ്റ്റ് മിനിറ്റിൽ പോലും ഡീ കോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി മിഡിൽ ഒരു ഡിഫൻഡറായി കളിച്ചു. അല്ല, ഇപ്പോഴത്തെ ഗോൾ കീപ്പർമാരെല്ലാം അങ്ങനെയാണ്, ഒരു ലാസ്റ്റ് ഡിഫൻഡറായിട്ടാണ് കളിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പണ്ട് ഈ ഗോൾ കിക്ക് എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, ഗോൾ കിക്കായിട്ട് എടുക്കും. ഇപ്പം അതില്ല, ഗോൾ കിക്കില്ല. ആദ്യമേ പന്ത് പാസ് ചെയ്ത് തിരിച്ച് സെറ്റ് പീസായി വരിക, അങ്ങനെയാണ് ഇപ്പം കളി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗോൾ കീപ്പർമാരെല്ലാവരും ഒരു ലാസ്റ്റ് ഡിഫൻഡറായിട്ടും ചിലപ്പോൾ കളിക്കേണ്ടി വരും. ഗോൾ അടിക്കുന്ന ഗോൾ കീപ്പർമാരാണ് ഇപ്പം ഫുട്ബോളിൽ ഉള്ളത്. അതുകൊണ്ട് തീർച്ചയായും പിക്ഫോർഡിൻ്റെ എക്സ്പീരിയൻസ്, പിക്ഫോർഡിൻ്റെ പ്രകടനം, ഇതെല്ലാം ഇംഗ്ലണ്ടിനെ ഇതുവരെ എത്തിക്കാൻ തുണച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നലെയും ഗംഭീരമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. പക്ഷേ എണ്ണം പറഞ്ഞ 2 ഗോളാണ്, അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മെസ്സിയുടെ അസിസ്റ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്കറിയാം എവിടെയാണ് പഴുത്, ആ പഴുതിൽ കണ്ടെത്തി അവിടെ ബോൾ കൊടുക്കുക, അളന്ന് തൂക്കിയുള്ള ഒരു അവർക്ക് ഗോൾ സ്കോർ ചെയ്യുക മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഇന്നലെ ഫെർണാണ്ടസും ഒപ്പം ലൊട്ടാവോ മാർട്ടിനസും ചെയ്തത്. പിന്നെ എടുത്തു പറയേണ്ടത്, ഇപ്പം നമ്മളൊരു സുഹൃത്ത് പ്രേക്ഷകൻ പറഞ്ഞു, സ്കലോണിയുടെ തന്ത്രം. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അതായത് സ്വിറ്റ്സർലൻഡിൻ്റെയും ഈജിപ്തിൻ്റെയും ടൈറ്റായിട്ട് ഈ മത്സരത്തിൽ വന്നപ്പോഴത്തേക്കും പുതിയൊരു ഗെയിം പ്ലാനാണ് വന്നിരിക്കുന്നത്, അല്ലേ? ഇപ്പം എല്ലാ കോച്ചസിനും ഞാൻ നേരത്തെ പറഞ്ഞ ബി പ്ലാൻ ഉണ്ട്. അത് എപ്പോൾ പ്രാവർത്തികമാക്കുക, അല്ലെങ്കിൽ ഏത് നിമിഷമാണത് കൊണ്ടുവരേണ്ടത്, അത് കൃത്യമായി അറിയുന്ന ആളാണ് സ്കലോണി. അതിനനുസരിച്ച് തൻ്റെ ടീം കളിക്കും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ വളരെ നോക്കിയാൽ അറിയാം, അൽവാരസിനെ മാറ്റിയിട്ടാണ് ഡീപോളിനെയും അല്ലെങ്കിൽ അതുപോലെ തന്നെ മോണ്ടിലെയും ഒക്കെ ഗ്രൗണ്ടിലേക്ക് ഇറക്കുന്നത്. അൽവാരസിനെ കളിക്കുമ്പോഴത്തേക്കും വിങ് കളിക്കുകയും മാത്രമല്ല ഫോർവേഡ് കളിക്കുകയും. അൽവാരസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലാറ്റിൻ അമേരിക്കയുടെ ഏറ്റവും കുന്തമുനയാണ്. അപ്പോൾ അങ്ങനെ ആ റിസ്ക്, അതാണ് അവിടെയാണ് പറഞ്ഞത്, ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരെ ഇറക്കുക എന്ന് പറയുമ്പോൾ അതും ഒരു ഗോളിന് പിന്നിൽ നിൽക്കും. തീർച്ചയായും ഡിഫൻസിൽ നമ്മൾ എടുത്തു പറയണം റൊമേറോയുടെ പ്രകടനം. ഇതിനിടയ്ക്ക് ഈ വേൾഡ് കപ്പിൽ തന്നെ റൊമേറോ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ റൊമേറോയുടെ പ്രകടനം എടുത്തു പറയണം ഡിഫൻസിൽ. ഒപ്പം തന്നെ മാർട്ടിനസ് ഇന്നലെ ഒരു യെല്ലോ കാർഡ് കണ്ടതാണ് മാർട്ടിനസ്. പക്ഷേ മാർട്ടിനസും ഗംഭീരമായിരുന്നു. മാർട്ടിനസ്, ഹാരി കെയ്ന് ഇന്നലെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട. ഇംഗ്ലണ്ട് തിരിച്ച് റാഷ്ഫോർഡിനെ കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ ഡാൻ ബ്രൗണിനെ കൊണ്ടുവരുന്നു. ഇത് എല്ലാം തിരിച്ചു വന്നിട്ടും ഇംഗ്ലണ്ടിന് ഇന്നലെ ലക്ഷ്യം കാണാൻ മാത്രം പറ്റിയില്ല. പിന്നീട് അതൊരു പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ തന്ത്രം ഒരു ഇടയ്ക്ക് വെച്ച് ഡിഫൻസിലായി പോയത് കൊണ്ടാണോ എന്ന് തീർച്ചയായും അവർ പരിശോധിക്കേണ്ടത്. ഫൈനലിലേക്ക് കൂടി നോക്കിയാൽ അതായത് ഇപ്പോൾ ഒരു ഏകപക്ഷീയമായി പോയോ എന്ന് തോന്നുന്നില്ലേ? കാര്യം നമ്മളിപ്പോൾ ആരാധകരുടെ എല്ലാ റെസ്പോൺസ് കാണുമ്പോൾ എല്ലായിടത്തും മെസ്സിയേ ഉള്ളൂ, അല്ലെങ്കിൽ അർജൻറ്റീനൻ ഫാൻസേ ഉള്ളൂ. ഒരു ഇഷ്ടതാരം എന്ന് പറയാൻ മറ്റുള്ള ചിലപ്പോൾ ഈ ഫാൻസ് എന്ന് പറയുമ്പം ഈ പോർച്ചുഗലായിരുന്നാലും ജർമ്മനി ആയിരുന്നാലും അവരൊക്കെ കളിയിൽ തോറ്റ് പുറത്തു പോയി കഴിഞ്ഞാൽ അവർ അർജൻറ്റീനയ്ക്കെതിരായതുകൊണ്ടായിരിക്കണമല്ലോ അവർ മറ്റു ടീമിലേക്ക് പോകുന്നത്. അർജൻറ്റീനയ്ക്ക് ഓപ്പോസിറ്റ് ആര് കളിക്കുമോ അവരിലേക്ക് ആ ഫാൻസ് പോവുക എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് ആ ദൃശ്യങ്ങളൊന്നും കാണാൻ പോലും കഴിയുന്നില്ല. നമുക്കിനി ഫൈനലിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പെയിനിനെ എങ്ങനെ അർജൻറ്റീന ഇനി നേരിടും, അല്ലെങ്കിൽ ഇനി ഈ കളി കണ്ട സ്പെയിൻ ഒരുപക്ഷെ ഞെട്ടിയിരിക്കുന്നുണ്ടാവാം. ഒരു സെക്കൻഡ് പോലും കളയാനില്ല. അത് കളഞ്ഞാൽ അവർക്ക് തന്നെയായിരിക്കും അത് ദോഷവും ഭവിക്കുക എന്നുള്ളതും മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെയായിരിക്കും സ്പെയിൻ ഇനി അർജൻറ്റീനയെ നേരിടുക?
ഇപ്പോൾ മോഡേൺ ഫുട്ബോളിൽ രാജേഷ് ഓരോരുത്തരുടെ മൂവ്മെൻറ്റ്സും ഓരോ കളിക്കാരനെയും അനലൈസ് ചെയ്തിട്ടുള്ള കളിയാണ്. ഇത് AI യുഗമാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഓരോരുത്തരുടെ മൂവ്, അതുകൊണ്ടതാണ് എല്ലാവരും മെസ്സിയെ ഇപ്പോൾ കൃത്യമായി മാർക്ക് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുപോലെ മാർക്ക് ചെയ്യപ്പെടുമ്പോൾ മെസ്സി ഉണ്ടാക്കുന്ന തന്ത്രം ഇനി അതായിരിക്കും മറ്റു ടീമുകളുടെ അല്ലെങ്കിൽ ടീം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവരുടെ അസിസ്റ്റൻസിൻ്റെ പ്രധാന ജോലി. മെസ്സിക്ക് എവിടെയൊക്കെ പന്ത് കൊടുക്കാൻ പറ്റും, ഏതൊക്കെ മേഖലകളിൽ ഡേഞ്ചറസ് ആകുന്നു, അതായിരിക്കും സ്പെയിൻ ഈ ദിവസങ്ങളിൽ, ഇനി ഫൈനൽ വരെയുള്ള ദിവസങ്ങളിൽ അനലൈസ് ചെയ്യുക. അങ്ങനെ അനലൈസ് ചെയ്തതിന് ശേഷമായിരിക്കും സ്പെയിനിനെ പോലെ, നമുക്കറിയാം യൂറോപ്യൻ ചാമ്പ്യനാണ് സ്പെയിൻ, ലാറ്റിൻ അമേരിക്കയുടെ പ്രമുഖ ടീമാണ് അർജൻറ്റീന. രണ്ട് വ്യത്യസ്ത ശൈലിയിൽ കളിക്കുന്ന രണ്ട് ടീമുകളാണ് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ ഈ ഫൈനലിൽ നമ്മൾ നോക്കേണ്ടത് യമാൽ എന്ത് ചെയ്യും, മെസ്സി എന്ത് ചെയ്യും. രണ്ട് സൂപ്പർ താരങ്ങൾ രണ്ട് ഇതിലും, ഒന്ന് രാജാവാണെങ്കിൽ മറ്റൊന്ന് രാജകുമാരനാണ്. അങ്ങനെ ഫ്രാൻസിനോടുള്ള കളിയും അവരുടെ ഗെയിം പ്ലാൻ നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും അത് അങ്ങനെയുള്ള ഒരു വ്യത്യാസമുണ്ട്. ഡിഫൻസിൽ ഹ്യൂബറാസി എന്ന 19കാരൻ, സാധാരണയൊക്കെ നമ്മൾ ഫുട്ബോളിൽ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് പക്വതയും കളിപ്പരിചയവും ഒക്കെ വേണം. പക്ഷേ ഇത് 19 വയസ്സുകാരൻ ബാഴ്സലോണയുടെ ഡിഫൻസ് നോക്കുന്നു എന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ കഴിവ് എത്രമാത്രമായിരിക്കണം. ആ ഡിഫൻസിലാണ് മെസ്സി പോയി വീഴുന്നത് എന്നുകൂടി ആലോചിക്കണം. കുർക്കുറയിലെയും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം പെഡ്രോയും ഉൾപ്പെടുന്ന ആ ഒരു ലാപ്പോർട്ടെ, അവരെല്ലാം ഉൾപ്പെടുന്ന ഈ ഡിഫൻസിൽ മെസ്സിക്കും കൂട്ടർക്കും എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു വിലയിരുത്തൽ തീർച്ചയായും നടക്കും രണ്ട് ടീമും തമ്മിൽ. മറുഭാഗത്ത് ആൽവരസിനെ എങ്ങനെ പൂട്ടണം, അതുപോലെ മെസ്സിയെ എങ്ങനെ തളയ്ക്കണം, അതിന് ഇടയിൽ തന്നെ മാർട്ടിനസും എമിലിയോ ഫെർണാണ്ടസും ഒക്കെ എങ്ങനെയായിരിക്കും തന്ത്രം മെനയുക. ഇതൊക്കെ ശരിക്കും ഈ നൂതന ഫുട്ബോളിൽ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട സംഗതികളാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ന്യൂജേഴ്സിയിൽ തീ പാറുന്ന മത്സരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 4ാം പ്രാവശ്യം കിരീടം കൊണ്ടുപോകാൻ അർജൻറ്റീന തയ്യാറാകുമ്പോൾ രണ്ടാമത് മാത്രം ഫൈനലിലെത്തുന്ന സ്പെയിൻ അത് വിട്ടുകൊടുക്കുമോ? വന്ന ഒരു ഫൈനൽ സ്പെയിൻ ജയിച്ചിട്ടുണ്ട്. അർജൻറ്റീന 6ാമത്തെ പ്രാവശ്യമാണ് ഫൈനലിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു 100% റെക്കോർഡ് ഇപ്പോൾ സ്പെയിനുണ്ട്. ഒരു മത്സരമേ ജയിച്ചുള്ളെങ്കിലും അതിൽ സ്പെയിൻ വിജയിക്കുമോ, അതോ ഇതുവരെ നമ്മൾ കണ്ട തന്ത്രങ്ങൾ അവസാന നിമിഷത്തിൽ വീണ്ടും അർജൻറ്റീന പുറത്തെടുക്കുമോ? രാജേഷ്, നമ്മൾ എല്ലാ കളിയും നോക്കിയാലും അറിയാം, ഈജിപ്റ്റ് ആയിട്ടാകട്ടെ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡുമായിട്ടാകട്ടെ ഇപ്പോൾ ഇംഗ്ലണ്ടുമായിട്ടാകട്ടെ 80ാം മിനിറ്റിന് ശേഷമുള്ള അർജൻറ്റീനയുടെ കളി ഒന്ന് പരിശോധിക്കണം. നമ്മൾ ഇനി റീപ്ലേ ഒക്കെ കാണുമ്പോൾ ആ കളിയുടെ ഒരു ഇതൊന്ന് നോക്കണം. എന്തുമാത്രം ആവേശത്തിലാണ് ആ പാസിങ്ങും അതുപോലെ തന്നെ സെറ്റ് പീസുകളും ഒക്കെ മെനയുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് അർജൻറ്റീന മറ്റുള്ള ടീമുകളിൽ നിന്നും വ്യത്യസ്തപ്പെടുന്നത്. സ്കലോണിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ബി പ്ലാൻ വിജയിക്കുന്നത് അവിടെയാണ്. അതുകൊണ്ട് ഒരു അല്പം മുൻതൂക്കം തീർച്ചയായും അർജന്റീനയ്ക്ക് തന്നെയാണോ എന്നുള്ളത്. ഒരു കാര്യം കൂടെ നമുക്ക് പറയാം. നമ്മൾ ഈ ആവേശം കണ്ടത്, നമ്മൾ ആദ്യം ടി വിയിൽ വേൾഡ് കപ്പ് കാണുന്നത് 1986 മെക്സിക്കോ. അവിടെയാണ് അർജന്റീനയുടെ ഗോൾഡൻ ഹാൻഡും ഒക്കെ വരുന്നത്. അതുവരെ നമ്മൾ ലോകകപ്പ് നേരിട്ട് കണ്ടിട്ടില്ല. അതിനുശേഷമാണ് അർജന്റീനയ്ക്ക് ഇത്രയും ഫാൻസ് ഉണ്ടായത്. അതുവരെ ബ്രസീൽ മാത്രമാണ് എല്ലാവർക്കും അറിയാമെന്നുള്ളത്. പക്ഷേ അത് ഇങ്ങനെ ഇപ്പോൾ ഒരു ആവേശമായി. ഇപ്പോൾ മലബാർ സൈഡിലോ അല്ലെങ്കിൽ ഈ കോഴിക്കോട് സൈഡിലൊക്കെ അർജന്റീന ആണോ നമ്മൾ ചെന്നെത്തിയതെന്ന് തോന്നുന്ന രീതിയിലേക്ക്. തീർച്ചയായിട്ടും എന്തായാലും ഫൈനലിൽ ഒരു ആവേശകരമാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും അതെ, ഇനി മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ കിട്ടുന്ന ലൈഫ് ആർക്കെന്ന് കണ്ടറിയാൻ 2 ദിവസം കാത്തിരിക്കണം. കലാശ പോരാട്ടത്തിൽ അർജന്റീന സ്പെയിനെ നേരിടുമ്പോൾ ലോകം കാത്തിരിക്കുകയാണ് വീറും വാശിയും നിറഞ്ഞ മത്സരം.